വർഷം 1996 നവംബർ മാസം 12-ാം തീയതി ഡൽഹിയിൽ നിന്നും ദഹ്റാൻ വഴി ജിദ്ദയിലേക്ക് പോകുന്ന സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 763 ടേക്ക് ഓഫിനായി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടാക്സി വേയിലൂടെ മുന്നോട്ട് കുതിക്കുന്നു. കോക്ക്പീറ്റിൽ ക്യാപ്റ്റൻ സെയ്ദ് ഹനീഫ് ബിൽജിന്ദറും കോ പൈലറ്റ് ഖാലിദ് അൽ ഷുബൈലിയും ഫ്ലൈറ്റ് എഞ്ചിനീയർ അഹമ്മദും ഡൽഹി ATCയുമായി തങ്ങളുടെ എയർ പാത്തിനെ കുറിച്ച് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ 312 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സുമായി ആ വിമാനം ഡൽഹിയുടെ ആകാശത്തിലേക്ക് കുതിച്ചുയരുന്നു. വിമാനത്തിൽ ഭൂരിഭാഗവും സൗദിയിലേക്ക് ജോലിക്കായി പോയ ഇന്ത്യക്കാരായിരുന്നു. പക്ഷേ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ യാത്രയാണ് അതെന്ന്. ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആകാശ കൂട്ടിയിടിയുടെ കഥ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനാപകടത്തിൻ്റെ കഥ. അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ജീവൻ തിരിച്ചു കിട്ടാത്ത വിധം ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കത്തിക്കരിഞ്ഞു പോയ ചാർക്കിദാദ്രി വിമാനാപകടത്തിൻ്റെ കഥ. ആ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. സൗദി എയർലൈൻസ് പറന്നുയർന്ന അതേ എയർപാത്തിൽ ഏതാണ്ട് 13 മൈൽ അകലത്തിൽ കസാക്കിസ്ഥാനിലെ ഷിംഗറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന കസാക്കിസ്ഥാൻ എയർവേസിൻ്റെ 1907 എന്ന ചെറു ചാർട്ടേഡ് വിമാനം ഡൽഹി വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പൈലറ്റ് അലക്സാണ്ടർ ഷെർപ്പനോവ, റേഡിയോ ഓപ്പറേറ്റർ വ്ളാഡിമിർ ഉൾപ്പെടെ ഏതാണ്ട് 27 യാത്രക്കാരായിരുന്നു ആ ചെറു വിമാനത്തിലുണ്ടായിരുന്നത്. ഈ സമയം ക്യാപ്റ്റൻ അലക്സാണ്ടർ ഡൽഹി ATCയോട് തങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി ഡിസെൻഡ് ചെയ്ത് താഴേക്ക് വരാൻ പോവുകയാണ്, ഞങ്ങൾ എത്ര ഓൾട്ടിറ്റ്യൂഡാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഈ സമയം ഡൽഹി ATCയിലെ ഉദ്യോഗസ്ഥനായ VK ദത്ത നിങ്ങൾ 15,000 അടിയിലേക്ക് താഴ്ന്നു പറക്കാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം സൗദി എയർലൈൻസ് 10,000 അടിയിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിമാനം 14,000 അടിയിലേക്ക് ഉയർന്നു പറക്കാൻ ATC ആവശ്യപ്പെടുന്നു. ഇപ്പോൾ 2 വിമാനങ്ങളും ഏതാണ്ട് 1000 അടി എന്ന സേഫായ ഡിസ്റ്റൻസിലാണ് പറക്കുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് കസാക്കിസ്ഥാൻ എയർലൈൻസിലാണ്. അവർ അന്ന് ഡിസ്റ്റൻസ് അളന്നുകൊണ്ടിരുന്നത് മെട്രിക്, മീറ്റർ, കിലോമീറ്റർ എന്നിങ്ങനെയുള്ള രീതിയിലായിരുന്നു. ഫീറ്റും മീറ്ററും തമ്മിലുള്ള വ്യത്യാസം വളരെ വലിയൊരു ആശയക്കുഴപ്പം അവരിൽ ഉണ്ടാക്കി. 15,000 അടി എന്നുള്ളത് ശരിക്കും അവർ 14,000 അടിയിലേക്കാണ് അന്ന് താഴ്ന്നു പറന്നത്. എന്നാൽ ഇത് കണ്ടുപിടിക്കാൻ ഡൽഹി ATCക്ക് ഒരു സംവിധാനങ്ങളും അന്നില്ലായിരുന്നു. അന്ന് ATC ഉപയോഗിച്ചിരുന്നത് പ്രൈമറി റഡാർ സിസ്റ്റം മാത്രമായിരുന്നു. അതിൽ എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ അറിയാൻ കഴിയൂ. ഓൾട്ടിറ്റ്യൂഡ് അറിയണമെങ്കിൽ സെക്കൻഡറി റഡാർ ആവശ്യമായിരുന്നു. അന്ന് ഇന്ത്യയിലെ മിക്ക ATCകൾക്കും സെക്കൻഡറി റഡാർ ഇല്ലായിരുന്നു. പൈലറ്റ് പറയുന്ന ആൾട്ടിറ്റ്യൂഡ് കണക്കാക്കിയാണ് ATC കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് ATC ഒരു വിവരം കൂടി കസാക്കിസ്ഥാൻ എയർലൈൻസിനെ ധരിപ്പിച്ചു. നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എയർപാത്തിൽ കൂടി സൗദി എയർലൈൻസ് 763 ഫ്ലൈ ചെയ്യുന്നുണ്ട്, അവരെ നിങ്ങൾ കാണുമ്പോൾ ATCയെ അറിയിക്കണമെന്നായിരുന്നു ആ സന്ദേശം. എന്നാൽ ആ സന്ദേശം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തൊട്ടു മുന്നിൽ സൗദി എയർലൈൻസ് വന്നിരുന്നു. ഒരു നിമിഷം ചിന്തിക്കാനുള്ള സമയം പോലും പൈലറ്റുമാർക്ക് ലഭിച്ചില്ല. മുന്നിൽ പൊടുന്നനെ സൗദി എയർലൈൻസ് കണ്ട കസാക്കിസ്ഥാൻ പൈലറ്റ് പെട്ടെന്ന് വിമാനം മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും സൗദി എയർലൈൻസിന്റെ ചിറകിലേക്ക് 1907 ഇടിച്ചു കയറിയിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ സൗദി എയർലൈൻസ് 763 രണ്ടായിട്ട് പിളർന്ന് താഴേക്ക് പതിച്ചു. കസാക്കിസ്ഥാൻ എയർലൈൻസ് 1907 കുറച്ചുകൂടി മുകളിലേക്ക് പറന്നതിന് ശേഷം അതും നിയന്ത്രണം വിട്ട് കത്തിയമർന്ന് ഒരു തീഗോളമായി താഴേക്ക് പതിച്ചു. ഈ സമയം 20,000 അടി മുകളിൽ US എയർഫോഴ്സിന്റെ ഒരു വിമാനം ഇതിനെല്ലാം ദൃക്സാക്ഷിയായി ഉണ്ടായിരുന്നു. അതിന്റെ പൈലറ്റ് തിമോത്തി ആ കാഴ്ച കണ്ട് സത്യത്തിൽ ഞെട്ടിത്തെരിച്ചു. ആകാശത്ത് നിന്ന് 2 തീഗോളം ഭൂമിയിലേക്ക് പതിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ വിവരം ഡൽഹി ATCയെ അറിയിച്ചു. ATCയിലുണ്ടായിരുന്ന ദത്ത 2 വിമാനങ്ങളെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ 2 വിമാനങ്ങളും അപ്പോഴേക്കും റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ആ വിമാനങ്ങൾ തകർന്നു വീണത് ചർക്കിദാദ്രി എന്ന ഗ്രാമത്തിലെ ഒരു കടുക് പാടത്തേക്കായിരുന്നു. വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന ഗ്രാമവാസികൾ ആ വലിയ ശബ്ദം കേട്ട് ഞെട്ടിവിറച്ചു.
അവർ പാടത്തേക്ക് ഓടിയെത്തി. അധികം താമസിക്കാതെ തന്നെ ഗ്രാമവാസികൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 6 പേരെ അന്ന് ജീവനോടെ അവർക്ക് ലഭിച്ചു. പക്ഷേ അവരെല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മറ്റുള്ള യാത്രക്കാരെല്ലാം തന്നെ തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞ് ചിന്നിച്ചിതറിപ്പോയിരുന്നു. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന അപകടമായിരുന്നു അന്ന് ചർക്കി ദാദ്രിയിൽ നടന്നത്. അന്ന് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ATC ഉദ്യോഗസ്ഥൻ VK ദത്തയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി. എന്നാൽ പിന്നീട് KPS നായരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ VK ദത്തയുടെ ഭാഗത്ത് തെറ്റില്ല, പകരം കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ പൈലറ്റിന്റെ ഭാഗത്തെ പിഴവാണ് അപകട കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ അപകടത്തിന് ശേഷം ഇന്ത്യൻ ഏവിയേഷനിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ പലതരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. എല്ലാ എയർപോർട്ടുകളിലും സെക്കൻഡറി റഡാർ സ്ഥാപിച്ചു. ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വ്യത്യസ്ത എയർ പാത്തുകൾ സ്ഥാപിച്ചു. എന്തൊക്കെ തന്നെയായാലും ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിനും 2 വിമാനങ്ങളിലെ യാത്രക്കാരുടെ ഉറ്റവർക്കും തീരാവേദനയായി ഇന്നും ചർക്കി ദാദ്രി ദുരന്തം തുടരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.